നമസ്കാരം. സ്പിരിച്വൽ മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മനസ്സിൽ ആഴത്തിൽ തൊടുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരുമായി ബന്ധപ്പെട്ട ഒരു സംഭവകഥ കേൾക്കാം. കഥ നടക്കുന്നത് കൽക്കട്ടയിലെ ദക്ഷിണേശ്വർ രാധാകാന്ത ക്ഷേത്രത്തിൽ. ഒരു ദിവസം ക്ഷേത്രത്തിലെ നട തുറന്നപ്പോൾ പൂജാരി ഞെട്ടിപ്പോയി. കാരണം ഭഗവാനെ അലങ്കരിച്ചിരുന്ന ആഭരണങ്ങളൊന്നും കണ്ടില്ല. എല്ലാവരും ചേർന്ന് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അവസാനം മനസ്സിലായത് അത് കവർച്ചയായിരുന്നു. ഇത് ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന റാണി രാസമണിയുടെ മരുമകൻ മധുരബാബുവിനോട് അറിയിച്ചു. ഹൃദയം നൊമ്പരത്തോടെ മധുരബാബു ക്ഷേത്രത്തിലെത്തി. വിഗ്രഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, സ്വന്തം ആഭരണങ്ങൾ പോലും സംരക്ഷിക്കാനാകുന്നില്ലല്ലോ. ഈ വാക്കുകൾ കേട്ടപ്പോൾ സമീപത്ത് നിന്നിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ ഏറെ വിഷമിച്ചു. എങ്കിലും ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പരാതി പറയുന്നത് അദ്ദേഹത്തിന് അസഹനീയമായി തോന്നി. അപ്പോൾ പരമഹംസർ ശക്തമായി പറഞ്ഞു, നിർത്ത് നിന്റെ മണ്ടത്തരങ്ങൾ. എങ്ങനെ ഭഗവാനെ നിന്ദിക്കാൻ ധൈര്യം വരുന്നു? വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സംരക്ഷിക്കലാണോ ഭഗവാന്റെ ജോലി? സാക്ഷാൽ ലക്ഷ്മീപതിയാണ് ഭഗവാൻ. അദ്ദേഹത്തിന് സ്വർണത്തിനോ വെള്ളിക്കോ ആവശ്യമുണ്ടോ? ഈ ആഭരണങ്ങൾ വാങ്ങി വിഗ്രഹത്തിൽ അണിയിച്ചത് നിങ്ങൾ തന്നെയാണ്. ഭഗവാൻ അത് ആവശ്യപ്പെട്ടുവോ? അതുകൊണ്ട് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്, ഭഗവാന്റേതല്ല. അവസാനം പരമഹംസർ പറഞ്ഞു, ഭഗവാനോട് ഏറ്റവും പ്രിയപ്പെട്ടത് ആഭരണങ്ങളോ ധനമോ ഒന്നുമല്ല. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന നിഷ്കളങ്കമായ വിശ്വാസവും ഭക്തിയും തന്നെയാണ് അദ്ദേഹത്തിന് ആവശ്യമായത്. ഇതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ നമ്മെ പഠിപ്പിച്ച ആത്മീയ സത്യം. ഭഗവാനെ അലങ്കരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളല്ല, നമ്മുടെ ശുദ്ധമായ മനസ്സും ഭക്തിയുമാണെന്ന് ഓർക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഇത്തരത്തിലുള്ള ആത്മീയ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.